ഇബ്രാഹിം നബി സ്വയം ഒരു സമുദായമായിരുന്നു. മനുഷ്യസാമാന്യത്തിന് എക്കാലവും ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന മഹാമാതൃകയാണ് ഇബ്രാഹിം നബി. ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നിയുറച്ച് വിശ്വസിക്കുകയും ലോകസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം അവലംബിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യസ്നേഹി. സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു കിടന്നിരുന്ന ദുരാചാരങ്ങൾക്കും സ്നേഹശൂന്യമായ അവസ്ഥാന്തരങ്ങൾക്കുമെതിരെ ജീവിതം ഒഴിഞ്ഞുവെച്ച ധീരോദാത്തമായ വിപ്ലവ മനസ്സ്. ഉദ്ദേശം 3000-ഓളം വർഷങ്ങൾക്ക് മുൻപ്, അക്കാലത്ത് വിശേഷിച്ചും ബാബിലോണിയ പോലുള്ള സ്ഥലങ്ങളിൽ വിഗ്രഹാരാധന വ്യാപകമായിരുന്നു. അതൊരു ദുർവൃത്തിയായി മനുഷ്യ മനസ്സിനെ തന്നെ പ്രാകൃതവും വികൃതവും മലിനവുമാക്കി കഴിഞ്ഞിരുന്നു. ഇബ്രാഹിം ഈ ദുർവൃത്തികൾക്കെതിരെ ചിന്തിച്ചു. ഒപ്പം ഏകദൈവത്വത്തെക്കുറിച്ച് സൂക്ഷ്മതലത്തിൽ തന്നെ ആലോചിച്ച് കരുണാമയനായ ദൈവത്തോട് ഇങ്ങനെ യാചിച്ചു: എന്റെ നാഥ, ഈ നാടിനെ നിർഭയത്വമുള്ളവരുടേതാക്കണമേ. ഞങ്ങളെ വിഗ്രഹപൂജകരിൽ നിന്നകറ്റി നിർത്തണമേ. അന്ധവും ബധിരവുമായ ഈ വിഗ്രഹങ്ങൾ ഏറെ പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. ഇബ്രാഹിമിന്റെ ചര്യകളും മനഃശുദ്ധി തന്നെയും ബോധ്യപ്പെട്ട ദൈവം തന്നെ ഇബ്രാഹിമിനെ ജനങ്ങളുടെ നേതാവാക്കുകയാണ് എന്നറിയിച്ച സന്ദർഭം പോലുമുണ്ടായിട്ടുണ്ട്. താൻ അംഗീകരിച്ച ആ ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി സർവസമർപ്പണ പ്രവണമായ മനസ്സോടെ, ആത്മസ്ഥൈര്യത്തോടെ അവിശ്രമം പരിശ്രമിക്കുക എന്നതാണ് ഇബ്രാഹിമിന്റെ കർമ്മപ്രകൃതം. ദാർശനിക ബോധ്യത്തിലും യുക്തിയനുഭവങ്ങളുടെ വെളിച്ചത്തിലും വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യതയെ അദ്ദേഹം തുറന്നു കാട്ടി. സുപ്രചരിത വിശ്വാസങ്ങളുടെ വിലംഘനം ശിലാഭേദനം പോലെ ശ്രമാവഹമാണെന്ന് അദ്ദേഹത്തിനറിയാമെങ്കിലും അദ്ദേഹം ഭയന്നില്ല, തരിമ്പും പിന്മാറിയില്ല. ആരോടും വിദ്വേഷമോ വിരാഗിതയോ ഇല്ലാതെ, അല്പം പോലും വിഭ്രാന്തി കാട്ടാതെ അദ്ദേഹം ദൃഢചിത്തനായി സകലമാന ഭവിഷ്യത് ഉറച്ച് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു. അത് വ്യക്തികൾക്കും സമൂഹത്തിനും മാത്രമല്ല, ചരിത്രത്തിനു തന്നെ അളവറ്റ പ്രചോദനമായി ഭവിച്ചു. ദുർമാർഗിയായ ഒരു കശ്മല മനസ്സായിരുന്നു ഇബ്രാഹിമിന്റെ പിതാവ് ആസർ. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റ് പണം സമ്പാദിക്കുകയായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം ഒരു നാൾ തന്റെ അഭിപ്രായം പിതാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. പിതാവ് കോപാന്ധനായി മകനെ താക്കീത് ചെയ്തു: ഇബ്രാഹിമേ, നീ ഞങ്ങളുടെ ദൈവങ്ങളെ വെറുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അതിവിടെ നിർത്തണം. അതിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ നീ എന്നേക്കുമായി എന്നെ വിട്ടു പോകണം. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞകറ്റും. എതിർപ്പും വിരോധവും ബഹിഷ്കരണവുമാണ് സമൂഹം ഇബ്രാഹിമിന് സമ്മാനിച്ചത്. പക്ഷേ അദ്ദേഹം തരിമ്പും കുലുങ്ങിയില്ല, പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ക്ഷീണിച്ചില്ല. വാക്കുകൾ വിഫലങ്ങളാണെന്ന് വന്നപ്പോൾ അസത്യത്തെ, അരുതായ്മകളെ ക്രിയാരൂപേണ നേരിടാൻ, പ്രതിരോധിക്കാൻ തീരുമാനിച്ച ഇബ്രാഹിം വിഗ്രഹങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി. ഭവിഷ്യത്തുകളെക്കുറിച്ച് നന്നായി അറിയാം. ഒന്നുകിൽ തന്റെ സർവനാശം, അല്ലെങ്കിൽ പ്രതിയോഗികളുടെ പിന്മാറ്റം. നാഗരികതയുടെ ചരിത്രത്തിൽ വിൽഡ്യൂറന്റ് എഴുതിയ കഥ ശ്രദ്ധേയമാണിവിടെ. ഹിദിയോഗി എന്ന ജപ്പാൻ ചക്രവർത്തി വലിയൊരു ബുദ്ധവിഗ്രഹമുണ്ടാക്കി. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. അതിൽ ബുദ്ധപ്രതിമ വീണുടഞ്ഞു. സ്വന്തം ഉടൽ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിനക്കെങ്ങനെ മറ്റൊരാളെ പരിരക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് ഹിദിയോഗി പ്രതിമാവശിഷ്ടത്തെ അമ്പെയ്ത് വീഴ്ത്തി ശിഥിലമാക്കി. ജനം സവിസ്മയം നോക്കി നിന്നു. ഇബ്രാഹിമിന്റെ ചുറ്റുമുള്ള പ്രതിമകൾ തകർക്കപ്പെട്ടതായി കണ്ടപ്പോൾ ആളുകൾ ഇബ്രാഹിമിനെ സംശയിച്ചു, ആശങ്കിച്ചു. നീയാണോ തകർത്തതെന്ന ചോദ്യത്തിന് ഇബ്രാഹിം ഇങ്ങനെ പ്രതികരിച്ചു: അവയുടെ കൂട്ടത്തിലെ വലിയവൻ ചെയ്തതാവണം. സംസാരിക്കുമെങ്കിൽ അവയോട് തന്നെ ചോദിച്ചു നോക്കൂ. ഇബ്രാഹിം നബി ഇങ്ങനെ തുടർന്നു: നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാനുമാവാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിന് ആരാധിക്കണം? ഇബ്രാഹിമിന്റെ പെരുമാറ്റം ഉദാരവും തീർത്തും സൗമ്യവുമായിരുന്നു. ഇത്രയൊക്കെയായിട്ടും ഇബ്രാഹിമിന് സ്വന്തം പിതാവിനോട് പുച്ഛവും പരിഹാസവും തോന്നിയില്ല. അദ്ദേഹം വിരോധമോ അകൽച്ചയോ ഭാവിച്ചില്ല. ഇബ്രാഹിം മനമുരുകി പ്രാർത്ഥിച്ചു: പിതാവിനെ മാറ്റിയെടുക്കണം, നന്നാക്കിയെടുക്കണം. എല്ലാം സഹിച്ച് ഇബ്രാഹിം അവിടെ കഴിഞ്ഞു. മകന് പാടുള്ള തരത്തിൽ പിതാവിനെ ഉപദേശിച്ചു നോക്കി. കേൾക്കാനോ കാണാനോ അങ്ങയ്ക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ കഴിയാത്ത വസ്തുക്കളെ അങ്ങെന്തിനാണിങ്ങനെ ദൈവമായി കരുതി പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പിതാവേ, അങ്ങയ്ക്ക് കൈവന്നിട്ടില്ലാത്ത ദൈവസംബന്ധിയായ അറിവ് ചിലതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതിനാൽ ദയവായി എന്നെ ശ്രദ്ധിക്കുക. ദൈവാനുഗ്രഹത്താൽ ഞാൻ നേർവഴി കാണിച്ചു തരാം. എന്റെ പിതാവേ, അങ്ങ് പിശാചിന് വഴിപ്പെടരുത്. തീർച്ചയായും പിശാച് പരമകാരുണികനായ ദൈവത്തെ ധിക്കരിച്ചവനാണ്. പ്രിയ പിതാവേ, സർവശക്തനും സർവകാരുണികനുമായ ദൈവത്തിൽ നിന്നുള്ള വല്ല ശിക്ഷയും അങ്ങയെ തീർച്ചയായും പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അങ്ങ് പിശാചിന്റെ ഉറ്റമിത്രമായി മാറും. ഇത്രയുമായപ്പോൾ പിതാവ് പ്രതികരിച്ചു, ഇബ്രാഹീമേ, നീ എന്റെ ദൈവങ്ങളെപ്പോലും വെറുക്കുകയാണോ? നിന്നെ കല്ലെറിഞ്ഞകറ്റും. നീ എന്നേക്കുമായി എന്നെ വിട്ടു പോയിക്കോ. ഇബ്രാഹിം പിതൃവചനങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകി, അങ്ങേക്ക് നല്ലത് വരട്ടെ. അങ്ങയ്ക്ക് പുറത്തു തരാൻ ഞാൻ എന്റെ നാഥനോട് പ്രാർത്ഥിക്കാം. സംശയമില്ല, അവൻ എന്നോടേറെ കനിവുള്ളവനാണ്. ഒരിക്കൽ പ്രബലരായ പ്രതിപക്ഷം ഇബ്രാഹിമിനെ ആളിക്കത്തുന്ന തീയിലെറിഞ്ഞ് സാഹസം കാണിച്ചു. അപ്പോൾ അത് ദാഹകമായല്ല, കുളിർമെത്തയായാണ് ഇബ്രാഹിമിന് തോന്നിയത്. വിശ്വാസവിജയത്തിന്റെ നിശബ്ദമായ ഘോഷണമാണിവിടെ മുഴങ്ങിക്കേട്ടത്. വയസ്സായ കാലത്താണ് ഇബ്രാഹിമിന് പുത്രനുണ്ടായത്. അദ്ദേഹത്തിന്റെ വിശ്വാസ തീവ്രത പരിശോധിക്കാൻ ദൈവം ഒരുങ്ങി. ഒരുനാൾ സ്വപ്നത്തിൽ ദൈവം ഇബ്രാഹിമിനെ അറിയിച്ചു, തന്റെ പുത്രനെ എനിക്ക് ബലി തരണമെന്ന്. ആരെയും അറിയിക്കാതെ സമർപ്പിതാത്മാവായ ഇബ്രാഹിം മകൻ ഇസ്മായിലിനെയും കൂട്ടി ഒരു വിജനതയിലേക്ക് പോയി. ലക്ഷ്യസ്ഥാനത്തെത്താറായപ്പോൾ ഇബ്രാഹിം ഇസ്മായിലിനെ ദൈവഹിതമറിയിച്ചു. വിസ്മയമെന്ന് പറയട്ടെ, മകന് വിഷമമേതുമുണ്ടായില്ല. വിജനതയിലെത്തി മകനെ ഒരിടത്ത് മലർത്തിക്കിടത്തി കഴുത്തറുക്കാൻ പട്ടയിൽ നിന്ന് കത്തി വലിച്ചൂരി. എന്നാൽ അവന്റെ ലാളിത്യമൂലുന്ന മുഖം കാണെ ഇബ്രാഹിം അസ്തവീര്യനായി. തന്റെ കൈ ചലിക്കാതായി. മുഖം നേരിൽ കാണാത്ത തരത്തിൽ തന്നെ ചരിച്ചു കിടത്തി കഴുത്തറുക്കാൻ ഇസ്മായിൽ ആവശ്യപ്പെട്ടു. സത്യവിശ്വാസിയായ ഇബ്രാഹിം വാൾ ഉയർത്തി വെട്ടാനൊരുങ്ങിയപ്പോൾ ദൈവം ഇസ്മായിലിനെ മാറ്റി പകരം ഒരു മൃഗത്തിനെ അവിടെ കിടത്തിയെന്നാണ് വിസ്മയാനുഭവം. അത്രയുമല്ല, സംപ്രീതനായ ദൈവം വിശ്വാസ തീവ്രത ബോധ്യപ്പെട്ട് ഒരു പുത്രനെ കൂടി ഇബ്രാഹീമിന് സമ്മാനിച്ചു. അങ്ങനെയാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ദൈവം സകലജ്ഞനും സർവശക്തനുമാണ്. വിശ്വാസ തീവ്രതയിൽ സകലാനുഗ്രഹങ്ങളും വാരിച്ചൊരിയുന്ന കരുണാനിധിയും. ദൈവത്തിനു മുന്നിൽ അസാധ്യമായൊന്നുമില്ല, അസംഭവ്യമായും. വേദഗ്രന്ഥത്താളുകളിൽ ഇബ്രാഹിം നബിയെക്കുറിച്ച് സുവർണാക്ഷരങ്ങളേറെയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായി അള്ളാഹു ഇബ്രാഹീമിനെ തെരഞ്ഞെടുക്കുകയും ഏറ്റവും നേരായ വഴിയിൽ നയിക്കുകയും ചെയ്തു. ബഹുദൈവ വിശ്വാസിയല്ലാത്തതുകൊണ്ട് ഇഹലോകത്ത് നാം അദ്ദേഹത്തിന് നന്മ നൽകി. പരലോകത്ത് ഉറപ്പായും സച്ചരിതരിലായിരിക്കും അദ്ദേഹത്തെ ഉൾച്ചേർത്തുക. ചൊവ്വായ പാതയിൽ നിലയുറപ്പിച്ച ഇബ്രാഹീമിന്റെ മാർഗം പിന്തുടരണമെന്ന് നിനക്ക് അഥവാ മുഹമ്മദ് നബിക്ക് ബോധനം നൽകി. ഇബ്രാഹീമിന്റെ പാത പിന്തുടർന്നവരേക്കാൾ ഉത്തമമായ ജീവിത രീതി സ്വീകരിച്ചവരില്ല. ഇബ്രാഹിമിനെ നാം നമ്മുടെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. ഓർക്കുക, ആ ഭവനത്തെ, കഅബയെ, നാം ജനങ്ങളുടെ മഹാസംഗമസ്ഥാനമാക്കി, നിർഭയമായ സങ്കേതമാക്കി. ഇബ്രാഹിം നബി നിന്നു പ്രാർത്ഥിച്ച ഇടം ഇന്ന് ഭക്തമഹാസമൂഹത്തിന്റെ നമസ്കാര സ്ഥലമാക്കി പവിത്രവൽക്കരിച്ചു. ത്വവാഫ് ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം പ്രണമിച്ചും പ്രാർത്ഥിക്കുന്നവർക്കുമായി കഅബ എക്കാലവും പാവന സംഗമസ്ഥലിയായി സംരക്ഷിക്കണം. ഇന്നവിടെ നടക്കുന്ന ഹജ്ജും ഉംറയും ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഓർമ്മകൾ ഉണർത്തുന്നു. ദൈവാനുശാസനമനുസരിച്ച് സമുന്നതി സാക്ഷാത്കരിച്ചവർ. ഇബ്രാഹിം സ്വയം ഒരു സമുദായമായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന് വഴങ്ങി ജീവിക്കുന്നവനായിരുന്നു. നേരായ വഴികളിൽ ഉറച്ചുനിന്നവനും സർവോപരി ഏകദൈവ വിശ്വാസത്തിന്റെ അനുഗാതാവുമായിരുന്നു. ഇബ്രാഹിം നബിയുടെ സർവസമർപ്പണം അതീവ ശ്രദ്ധേയം. മനസ്സും ശരീരവും ആത്മാവും സമസ്തവും അല്ലാഹുവിൽ സമർപ്പിച്ചു. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് മുഹമ്മദിന്റെ പിറവിക്ക് നിദാനം. മുഹമ്മദ് നബിയിലൂടെ ഇബ്രാഹിം നബിയുടെ മാർഗവും ആദർശവും സ്വഭാവവും ലോകത്ത് ജീവിക്കുന്നു. സകലാർത്ഥത്തിലും അതത്രേ ഏകദൈവ വിശ്വാസത്തിലൂന്നിയ ഇസ്ലാം. സംക്ഷേപിക്കട്ടെ, ഇബ്രാഹിം നബി ഉപദേശിച്ച മാർഗമാണ് ഇസ്ലാം.